വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ മേഖലയിൽ കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ തുടരുന്നു. കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന. 12 സോണുകളിലായി 50 പേർ വീതമുള്ള സംഘങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത്. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നവരെ തെരച്ചിൽ തുടരുമെന്ന് സൈന്യവും അറിയിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ്. അനധികൃത കയ്യേറ്റവും ഖനനവും അനുവദിച്ചതിന്റെ ദുരന്തമാണ് വയനാട് നേരിടുന്നതെന്ന് കേന്ദ്രമന്ത്രി. ടൂറിസത്തിനായി പോലും സോണുകൾ നൽകിയില്ല. നൽകിയ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യുഎഇയിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. ഫുജേറയിലും ഗോർഫക്കാനിലും രാവിലെയോടെ നേരിയ മഴ പെയ്തിരുന്നു. കിഴക്കൻ തീരത്തിന്റെ ചില പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രക്ഷുബ്ധമായ കടലും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുഎഇയിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ പദ്ധതിയുമായി കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണിത്. ഇതിനായി കാർഷിക വികസന ഏജന്റുമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണ് മന്ത്രാലയം തയ്യാറാക്കിയത്. അജ്മാൻ ഫ്രീ സോണുകളുടെ ലാഭത്തിൽ 18% വർധന. അജ്മാനിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ എണ്ണത്തിൽ 70% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി എമിറേറ്റ് തയ്യാറാക്കിയ വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് ലാഭത്തിൽ വർധനവ് ഉണ്ടായത്. ഇന്ത്യൻ രൂപയുമായുള്ള കുവൈറ്റ് ദിനാറിന്റെ വിനിമയ നിരക്ക് വീണ്ടും ഉയർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിനാറിന് 274 ഇന്ത്യൻ രൂപ എന്ന നിലയിലേക്ക് ഉയർന്നിരുന്നു. അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോഴുള്ളത്. ഒമാനിൽ നിന്ന് ശക്തമായ മഴ മുന്നറിയിപ്പ്. കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അസ്ഥിര കാലാവസ്ഥ തുടരും. 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റുവീശാനും സാധ്യതയുണ്ട്. ഖത്തറിൽ സൈബർ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം. മെസ്സേജുകൾ, ഫോൺ കോളുകൾ, ഇമെയിൽ എന്നിവ വഴി വരുന്ന തട്ടിപ്പുകളിൽ വീഴരുതെന്നാണ് ഖത്തർ വിവരസാങ്കേതിക, ആഭ്യന്തരം എന്നീ മന്ത്രാലയങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇരു മന്ത്രാലയങ്ങളുടെയും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലാണ് ഈ മുന്നറിയിപ്പ് പങ്കുവച്ചത്.